4ലോ 5ലോ പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ കൂടെ പോയി കണ്ട ആ സിനിമ എന്നെ ഡിസ്റ്റർബ്ഡ് ആക്കി. പൃഥ്വിരാജ് സുകുമാരൻ. രഞ്ജിത്ത് സംവിധാനം നന്ദനത്തിലൂടെ സിനിമാ ലോകത്ത് കാലെടുത്തു വെച്ച നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പൃഥ്വി വാസ്തവം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. അഭിനയത്തിന് പുറമെ ഗായകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ശക്തമായ വേഷങ്ങൾ ചെയ്യാനും പൃഥ്വിക്ക് സാധിച്ചു. തനിക്ക് സിനിമയോടെ താല്പര്യമുണ്ടായതിനെ കുറിച്ച് സംസാരിക്കുകയാണ് പൃഥ്വിരാജ്. താൻ ചെറുപ്പത്തിൽ വലിയൊരു മൂവി ബഫ് അല്ലായിരുന്നെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. എന്നാൽ തന്റെ അച്ഛൻ സുകുമാരൻ നടൻ എന്നതിനോടൊപ്പം ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്നെന്നും ഒരുപാട് സിനിമകൾ അദ്ദേഹം കാണുമായിരുന്നെന്നും പൃഥ്വി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിന്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ ചില ദിവസങ്ങളിൽ പോകുമായിരുന്നെന്നും ഇടയ്ക്ക് തന്നെയും കൂട്ടുമായിരുന്നെന്നും പൃഥ്വിരാജ് പറഞ്ഞു. 25 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ആളുകൾ ഇരിക്കുന്ന ഭാഗത്തിരുന്നാകും സിനിമ കാണാറുള്ളതെന്നും പൃഥ്വി കൂട്ടിച്ചേർത്തു. പലപ്പോഴും സെക്കൻഡ് ഷോക്കായിരിക്കും പോകാറുള്ളതെന്നും അങ്ങനെ കണ്ട സിനിമകളിൽ ഒന്നായിരുന്നു ഷിൻലേഴ്സ് ലിസ്റ്റ് എന്നും പൃഥ്വിരാജ് പറഞ്ഞു. താൻ ആ സമയത്ത് 4ലോ 5ലോ പഠിക്കുകയായിരുന്നെന്നും ആ പ്രായത്തിൽ ഷിൻലേഴ്സ് ലിസ്റ്റ് കണ്ട് താൻ ഡിസ്റ്റർബ്ഡ് ആയെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. അച്ഛന് ചരിത്രത്തെ പറ്റി നല്ല അറിവുണ്ടായിരുന്നെന്നും സിനിമ കണ്ട ശേഷം അന്നത്തെ കാലത്ത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് വിശദീകരിച്ചു തന്നെന്നും പൃഥ്വി പറഞ്ഞു. സിനിമ എന്ന മാധ്യമം അത്രക്ക് ശക്തമാണെന്ന് അന്നാണ് തനിക്ക് മനസ്സിലായതെന്നും അതിനുശേഷം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടപ്പെട്ടതെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. എന്നാൽ സിനിമയെ താൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഒരു നടനായതിനു ശേഷമായിരുന്നെന്നും പൃഥ്വി പറഞ്ഞു. ഇന്ത്യ ടുഡേയോട് സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ്. ഞാൻ ചെറുപ്പം തൊട്ടേ മൂവി ബഫ് ആയിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു. കുട്ടിക്കാലത്ത് വല്ലപ്പോഴും മാത്രമേ സിനിമ കാണാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എന്റെ അച്ഛൻ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി കുറച്ചു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പല ക്ലാസിക് സിനിമകളും കണ്ടിരുന്നത് ഗവൺമെന്റിന്റെ തിയേറ്ററിൽ നിന്നായിരുന്നു. ആരെയും അറിയിക്കാതെ സെക്കൻഡ് ഷോക്കായിരിക്കും പോവാറുണ്ടായിരുന്നത്. ചിലപ്പോഴൊക്കെ എന്നെയും കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. സാധാരണ ആളുകൾ ഇരിക്കുന്ന അതേ ഏരിയയിൽ തന്നെയായിരിക്കും ഞങ്ങളും ഇരിക്കുക. 4ലോ 5ലോ പഠിക്കുന്ന സമയത്തായിരുന്നു അച്ഛന്റെ കൂടെ പോയി ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ കണ്ട്. ആ സിനിമ കണ്ട് ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി. അച്ഛന് ചരിത്രത്തിൽ നല്ല അറിവുണ്ടായിരുന്നു. കോളേജ് ലെക്ചർ ആയിരുന്നു അദ്ദേഹം. ആ സിനിമ കണ്ടതിന് ശേഷം അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു തന്നു. സിനിമ എന്ന മാധ്യമത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് അന്നാണ് മനസ്സിലായത്. പിന്നീട് തിയേറ്ററിൽ നിന്ന് കൂടുതലായി സിനിമ കാണാൻ ശ്രമിച്ചു. എന്നാൽ സിനിമയോടെ വലിയ ഇഷ്ടം തോന്നിയത് ഞാനും ഒരു നടനായപ്പോഴാണ്. പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു.